ഏറെ പ്രതീക്ഷകളോടെ VDS സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. മുഖ്യമന്ത്രി അടക്കം 21 പേരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. മന്ത്രിമാരുടെ വകുപ്പുകളിലും തീരുമാനമാവുകയാണ്. ഓരോ മന്ത്രിമാരുടെയും വകുപ്പുകൾ ഏതൊക്കെ എന്നത് നമുക്ക് നോക്കാം. ആദ്യം മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വകുപ്പുകൾ എന്തൊക്കെയാണ് എന്നത് നമുക്ക് നോക്കാം. പൊതുഭരണം, ധനം, തുറമുഖം, PRD വകുപ്പുകളാണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുക. ഇനി രമേശ് ചെന്നിത്തലയുടെ വകുപ്പുകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ആഭ്യന്തരം, വിജിലൻസ് വകുപ്പുകൾ വളരെ പ്രധാനപ്പെട്ട 2 വകുപ്പുകളാണ് രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുക. അടുത്തത് സണ്ണി ജോസഫാണ്. സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പാണ് കൈകാര്യം ചെയ്യാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. റവന്യൂ വകുപ്പ് AP അനിൽകുമാറിനാണോ സണ്ണി ജോസഫിനാണോ എന്ന് ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പ്, PC വിശ്വനാഥിന് ടൂറിസം, സാംസ്കാരികം, സിനിമാ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യാനുണ്ടാവുക. ടൂറിസം, സാംസ്കാരിക, സിനിമാ വകുപ്പ് മന്ത്രി PC വിശ്വനാഥ്. അടുത്തത് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ വനിതാ, ശിശുക്ഷേമ, സാമൂഹ്യനീതി വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുക. അഡ്വക്കേറ്റ് എം ലിജു സഹകരണം, എക്സൈസ് എന്നീ 2 പ്രധാനപ്പെട്ട വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുക. കെ മുരളീധരൻ ആരോഗ്യവകുപ്പും ദേവസ്വവുമാണ് കൈകാര്യം ചെയ്യുക. കഴിഞ്ഞ സർക്കാരും ഏതു സർക്കാരിലാണ് എങ്കിലും ഏറ്റവും കൂടുതൽ കാര്യക്ഷമതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടത് 2 വകുപ്പുകളാണ്. വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന വകുപ്പുകളുമാണ്. ആരോഗ്യം, ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. AP അനിൽകുമാർ കൈകാര്യം ചെയ്യുക വൈദ്യുതി വകുപ്പാണ്. മന്ത്രി OJ ജനീഷ് കൈകാര്യം ചെയ്യുക കായികം, യുവജനക്ഷേമം വകുപ്പുകളാണ്. ഇനി അടുത്തത് റോജി എം ജോൺ ആണ്. തൊഴിൽ വകുപ്പ് മന്ത്രി റോജി എം ജോൺ. അടുത്തത് KA തുളസി, പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പുകളാണ് KA തുളസി കൈകാര്യം ചെയ്യുക. T സിദ്ദിഖ് കൃഷി, മൃഗസംരക്ഷണ വകുപ്പുകൾ. PK കുഞ്ഞാലിക്കുട്ടി IT, വ്യവസായ വകുപ്പുകൾ. അദ്ദേഹം മുൻപും കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ തന്നെയാണ്. മോൻസ് ജോസഫ് ജലവിഭവമാണ്, നേരത്തെയും കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ്. CP ജോൺ ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. CP ജോൺ. N ശംസുദ്ദീൻ വിദ്യാഭ്യാസ വകുപ്പാണ് കൈകാര്യം ചെയ്യുക. ഷിബു ബേബി ജോൺ വനം, കശുവണ്ടി, നൈപുണ്യ വികസന വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുക. അദ്ദേഹം തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്യുമെന്നായിരുന്നു ആദ്യം അറിഞ്ഞിരുന്നത്. പക്ഷെ മറ്റൊരു വകുപ്പ് എന്ന ആവശ്യം അദ്ദേഹം തന്നെ മുന്നോട്ട് വെച്ചു. വനം വകുപ്പ് കൊല്ലത്തു നിന്നുള്ള മന്ത്രി കൂടിയാണ്. കശുവണ്ടി വകുപ്പ്, നൈപുണ്യ വികസന വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ഇത്രയും കാര്യങ്ങളിലാണ് തീരുമാനമായിരിക്കുന്നത്. റോഷിപാലും TV പ്രസാദും വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാലിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. റോഷിപാൽ, മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഏറെക്കുറെ പൂർത്തീകരിക്കുകയാണ്. പൂർണ്ണ വിവരങ്ങൾ എപ്പോഴത്തേക്ക്? അത് ഏറെ വൈകാതെ മന്ത്രിമാരുടെ വകുപ്പ് സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ചില മന്ത്രിമാരുടെ കാര്യത്തിൽ മാത്രമാണ് വകുപ്പ് സംബന്ധിച്ച ആശയക്കുഴപ്പമുള്ളത്. ഏതാണ്ട് ബാക്കി എല്ലാ മന്ത്രിമാരുടെ കാര്യത്തിലും, മുതിർന്ന മന്ത്രിമാരുടെയൊക്കെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു. അതിൽ സിവിൽ സപ്ലൈസ് അങ്ങനെയുള്ള 1-2 വകുപ്പുകളുടെ കാര്യത്തിൽ, സഹകരണ വകുപ്പ്, അങ്ങനെയുള്ള ചില വകുപ്പുകളുടെ കാര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. ആ കാര്യത്തിൽ വൈകാതെ തീരുമാനമുണ്ടാവുകയും സർക്കാർ അതിൽ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്യും. മന്ത്രിമാരുടെ ഓഫീസ് സംബന്ധിച്ച തീരുമാനം ഇതിനോടകം തന്നെ വന്നു. ചില മന്ത്രിമാർ അവരുടെ ഓഫീസിൽ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. നാളെ മുതൽ തന്നെ അവർ സജീവമായി ഓഫീസിൽ അവരുടെ വകുപ്പ് സംബന്ധിച്ച പ്രവർത്തനങ്ങളിലേക്ക് പോകും. കാരണം ഇനി അവരുടെ ഓഫീസിൽ പേഴ്സണൽ സ്റ്റാഫ് നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ആ കാര്യത്തിൽ പാർട്ടി നേതൃത്വത്തിന്റെ അനുമതിയോടെ ആയിരിക്കും പേഴ്സണൽ സ്റ്റാഫ് ഉൾപ്പെടെ നിയമനം നടത്തുക. മാത്രവുമല്ല, വളരെ പെട്ടെന്ന് ഈ മന്ത്രി ആ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ പരിശോധിക്കേണ്ടി വരും. കാരണം നിയമസഭാ സമ്മേളനം ഉണ്ടാകും. 29-ന് നയപ്രഖ്യാപനമുണ്ട്. അതിനുശേഷം 3 ദിവസം നയപ്രഖ്യാപനത്തിലുള്ള ചർച്ചയുണ്ടാകും. അതിനുശേഷം ഒരുപക്ഷെ ബജറ്റ് അവതരിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ബജറ്റ് അവതരിപ്പിക്കുകയാണെങ്കിൽ ഒരു പൂർണ്ണ സെഷൻ ഉണ്ടാകും, നിയമസഭാ സമ്മേളനം ഉണ്ടാകും, ആ ബജറ്റിൽ ചർച്ചയും ഉൾപ്പെടെ ഉണ്ടാകും. അതിനെക്കുറിച്ചുള്ള ആലോചനയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് വകുപ്പ് വളരെ പെട്ടെന്ന് ഏറ്റെടുത്ത് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക്, അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്ന് അതിന്റെ ഭരണത്തിലേക്ക് കടക്കാനുള്ള തീരുമാനമാണ്. അതാണ് ഏറെ വൈകാതെ തന്നെ ഓരോ മന്ത്രിമാരും അവരുടെ ഓഫീസ് ചുമതല ഏറ്റെടുത്ത് തുടങ്ങിയത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ആ വകുപ്പ് സംബന്ധിച്ച് ഇന്ന് വൈകുന്നേരത്തോടെ ഉണ്ടാകും എന്നാണ് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. TV പ്രസാദ് കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. TV പ്രസാദ്, വകുപ്പുകളിൽ കോൺഗ്രസ് മന്ത്രിമാർക്കിടയിൽ വലിയ തർക്കമില്ല എന്ന് തോന്നുന്നു. ഇനി UDFന്റെ മുഴുവൻ മന്ത്രിമാരുടെയും വകുപ്പുകളുമായി ബന്ധപ്പെട്ട പൂർണ്ണ തീരുമാനം വരേണ്ടതുണ്ട്. അത് തന്നെയാണ് മാധു. കോൺഗ്രസിൽ വലിയ തർക്കങ്ങളില്ലാതെ തന്നെ വകുപ്പുകളുടെ വിഭജനം പൂർത്തിയാക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നാലും അത് അന്തിമമായിട്ടില്ല. ഘടകകക്ഷികളുടെ കൂടി വകുപ്പുകൾ ആയാൽ മാത്രമേ അത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ്. ഷിബു ബേബി ജോൺ വനം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ നേരത്തെയും PJ ജോസഫ് ജലവിഭവ വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത്. അതേ വകുപ്പ് തന്നെയാണ് ഇത്തവണ
മോൻസ് ജോസഫും കൈകാര്യം ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ മറ്റ് വകുപ്പുകളിൽ നേരത്തെ തന്നെ മാറ്റമില്ലാത്തതാണ്. അതായത് IT-യും വ്യവസായവും കുഞ്ഞാലിക്കുട്ടിയാണ് നേരത്തെ കൈകാര്യം ചെയ്യുന്നത്. ആ വകുപ്പ് കുഞ്ഞാലിക്കുട്ടി തന്നെ കൈകാര്യം ചെയ്യും. മുസ്ലിം ലീഗിനാണ് ആ വകുപ്പ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിലെ പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ടാണ് വലിയ തർക്കം നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിലെ തദ്ദേശ വകുപ്പ് ഇപ്പോൾ നിലവിൽ ഷാജിക്കാണ്. അപ്പോൾ ഷാജിയും PK ബഷീറും ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്ന പൊതുമരാമത്ത് വകുപ്പ് വേണം എന്ന ആവശ്യം ഉന്നയിച്ചതായിട്ടാണ് വിവരം. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്പസമയം മുമ്പ് ഓഫീസ് ചുമതല ഏറ്റെടുത്ത ബിന്ദു കൃഷ്ണനോട് സംസാരിക്കുമ്പോൾ പോലും അവർക്ക് അവരുടെ വകുപ്പ് പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അത് പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ, തീരുമാനം പുറത്തു പറയാത്ത സാഹചര്യത്തിൽ എന്തായാലും അധികം വൈകാതെ തന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ വകുപ്പ് വിഭജനം പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാധു, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. വകുപ്പുകൾ ഏറെക്കുറെ വലിയ തർക്കങ്ങളില്ലാതെ പങ്കുവെച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി വളരെ കുറച്ച് മന്ത്രിമാരുടെ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് സ്ഥിരീകരണം വരേണ്ടത്.